മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റും മനുഷ്യക്കടത്തും നടത്തിയ കേസിലെ മുഖ്യപ്രതി സിന്ധുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ വൈകിട്ടോടെയാണ് സിന്ധുവിനെ കൊച്ചിയിലെത്തിച്ചത്. 2 ദിവസത്തിന് ശേഷം സിന്ധുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, ഇനിയും പ്രതികളെ വിദേശത്തു നിന്ന് എത്തിക്കാനുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ആളുകളിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ? കൂടുതൽ കണ്ണികൾ ഉണ്ടാവും ഈ കേസിൽ, അല്ലെങ്കിൽ ഒരു വലിയ ഒരു സംഘം ഇതിന് പിന്നിൽ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള ഇപ്പോൾ തന്നെ പോലീസ് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. നിലവിൽ ഈ കേസിൽ മാസ്റ്റർ ബ്രെയിനായി പോലീസ് കരുതുന്നത് സിന്ധുവിനെയാണ്. സിന്ധുവിനെ മുംബൈയിൽ നിന്ന് പിടികൂടുകയും ഇന്നലെ എറണാകുളത്തേക്ക് എത്തിക്കുകയും ചെയ്തു. സിന്ധുവിനെ ചോദ്യം ചെയ്യുന്നത് വഴി കൂടുതൽ ആളുകളിലേക്ക് എത്താമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പങ്കുവെക്കുന്നത്. അതായത് സിന്ധുവിനെ നിയന്ത്രിക്കുന്ന ഏതെങ്കിലും സംഘമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ അത്തരം ആളുകളുണ്ടോ എന്നതൊക്കെ വിശദമായി പരിശോധിക്കേണ്ടതിന് പ്രത്യേക കാരണമായുള്ളത് കൊച്ചിയിലെ ചില ഗുണ്ടാ നേതാക്കളുമായി പിടിയിലായ പ്രതികൾക്ക് ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഈ കേസിനുണ്ടോ എന്നുള്ളതാണ് പോലീസ് അടുത്ത ഘട്ടത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. ഒപ്പം കൂടുതൽ ഇരകളെ കണ്ടെത്താനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. പലരും പരാതി പറയാൻ മടി കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രതികളായ ആളുകൾ ഇവരുടെ ദൃശ്യങ്ങളടക്കം, നഗ്ന ദൃശ്യങ്ങളടക്കം പകർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇവർക്കെതിരായി കഴിഞ്ഞാൽ ഈ ദൃശ്യങ്ങൾ പുറത്ത് പ്രചരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പലരും പരാതി നൽകാൻ വിമുഖത കാണിക്കുന്നത്. എന്നാൽ 2-3 പേർ പരാതി നൽകാൻ സന്നദ്ധത നൽകുന്നുണ്ട്, അല്ലെങ്കിൽ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഉറപ്പായും ഇതിന്റെ കണ്ണികൾ വലുതാണ്. അത് സിനിമ, സീരിയൽ മേഖലകളിലേക്കൊക്കെ എത്തുമോ എന്നുള്ളതാണ് ഇനി ഏറെ ശ്രദ്ധേയമായി അറിയാനുള്ളത്. ഇന്നലെ തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയതാണ്, ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മറവിലാണ് ഇത്തരത്തിലൊരു മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നത്. ആ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായി ചില സിനിമ, സീരിയൽ താരങ്ങൾ അസോസിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നൊക്കെ പരിശോധിക്കും. അപ്പോൾ ഇതിന്റെ ഒരു കണ്ണി, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ശൃംഖല അത് വളരെ വലുതാണ്. അത് വിശദമായി പരിശോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ സിന്ധുവിനെയും പിടിയിലായ അലീനെയും മഞ്ജിമയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും 2 ദിവസത്തിന് ശേഷം. ആ ഘട്ടത്തിലായിരിക്കും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് ഏതെല്ലാം തലത്തിലേക്ക് പോകുമെന്ന് 2 ദിവസത്തിന് ശേഷമായിരിക്കും വ്യക്തമാകുക. അന്വേഷണം വളരെ സ്ട്രോങ് ആണ്. വളരെ കൃത്യമായി തന്നെ ഇവരുടെ പല സാമ്പത്തിക ഇടപാടുകൾ, വ്യക്തിപരമായ ബന്ധങ്ങൾ, ഇതൊക്കെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.